അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ വന്നപ്പോൾ ഇറങ്ങിപ്പുറപ്പെട്ടു രാത്രിയിൽ തന്നെ. അപ്പോൾ ആയിഷ അലിയാർ തങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു. അപ്പോൾ മുത്തുനബി കാണാത്ത വിവരം അറിഞ്ഞപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലിയാർ തങ്ങളും ഹസൻ ഹുസൈൻ തങ്ങന്മാർ എല്ലാവരും ഇറങ്ങിപ്പുറപ്പെട്ടു. അവസാനം മുത്തുനബിയെ കണ്ടത് വിജനമായ സ്ഥലത്ത്. അവിടുന്ന് കരഞ്ഞ് 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 കണ്ണുനീര് കൊണ്ട് ഭൂമി നനഞ്ഞിരിക്കുന്നു. തൻ്റെ കരളിന് കഷ്ണമായ ഫാത്തിമാവിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. ഫാത്തിമാവെ തല പൊക്കിക്കൊണ്ടൊരു ചോദ്യം, അവഹിയുൻ നസൽ അം അദുവുൻ ഹലർ. അല്ലയോ ഉപ്പ, ശത്രു ബുദ്ധിമുട്ടാക്കിയോ? അല്ല, വഹി ഇറങ്ങിയതാണ്, പറയൂ ഉപ്പ. പറഞ്ഞു, മോളെ, രണ്ടും ഉണ്ടായിട്ടില്ല. ഇന്ന് കൽബ് ഗോത്രക്കാരുടെ ആടിൻ്റെ രോമം കണക്കെ നരകത്തിൽ നിന്ന് പാപികളെ മോചിപ്പിക്കുന്ന രാത്രിയാണ് മോളെ. അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഉറക്കൊഴിഞ്ഞെങ്കിൽ ആ രാത്രിയാണ്. മുത്തുനബി നന്ദിയോട് ഓർക്കുക. അവിടുത്തെ നമുക്ക് സ്വലാത്ത് ഒരുപാട് ചെല്ലണം. അതുപോലെ തന്നെ അള്ളാഹു എല്ലാം കണക്കാക്കുന്ന രാത്രിയാണല്ലോ, വലിയ ബഹുമാനമുള്ള രാത്രിയാണ്. ആരൊക്കെ വിജയിക്കും, ആരൊക്കെ പരാജയപ്പെടും, ആരെല്ലാം ഹജ്ജ് ചെയ്യും, അതുപോലെ തന്നെ ആരെല്ലാം മരിക്കും ഈ വർഷം, ഇങ്ങനെ അതുപോലെ നമ്മുടെ സാമ്പത്തിക ഭദ്രതക്കും എല്ലാം വേണ്ടി ദ്വാരക്കേണ്ട വളരെ ബഹുമാനമുള്ള രാത്രിയാണ്. അതുകൊണ്ട് ഈ രാത്രിയെ ആദരിക്കുന്ന ഭാഗമായി നമ്മളെ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കി, പള്ളിയും മദ്രസയും നമ്മളെ കൊണ്ട് കഴിയുന്ന ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് അത് മുൻനിർത്തി റബ്ബിനോട് ഇന്ന് രാത്രി നമുക്ക് ദുആ ചെയ്യണം. അതുപോലെ മുത്തുനബിയുടെ മേൽ കാര്യമായ സ്വലാത്തിൽ നമുക്ക് ദ്വാരക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.